കോൺഗ്രസ് പ്രവേശനത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് സന്ദീപ് വാര്യർ പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ടത്. തൊട്ടു പിന്നാലെ മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രിയുടെ വിമർശനമെത്തി. പാണക്കാട് തങ്ങൾ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന തങ്ങളാണ്. ഇപ്പോഴത്തെ സാദിഖ് അലി തങ്ങളെ പോലെയല്ല. സാദിഖ് അലി തങ്ങൾ ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ സാധാരണഗതിയിലുള്ള ഒരു അനുയായിയുടെ മട്ടിൽ പെരുമാറുന്നയാളാണ്. പരാമർശം വിവാദമായതോടെ മുഖ്യമന്ത്രിക്കെതിരെ ലീഗ് നേതൃത്വം രംഗത്തെത്തി. പാണക്കാട് തങ്ങളെ പിണറായി വിജയൻ അളക്കേണ്ടെന്നാണ് ലീഗ് മുഖപത്രം ചന്ദ്രികയിലെ വിമർശനം. മെക്കിട്ട് കയറാൻ വന്നാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ലെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയുടെ മുന്നറിയിപ്പ്. ചൊറി വന്നവനൊക്കെ മാന്താൻ വേണ്ടി പാണക്കാട്ടേക്ക് വരുന്ന ഒരു പരിപാടി ഉണ്ട്, മനസ്സിലായ? എല്ലാരും തുടങ്ങിയിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിന് പരിമിതികളുണ്ട്, കാരണം പാണക്കാട് കുടുംബത്തിൽ നിന്നാണ്. ആ പരിമിതി ഒരു ദുർബലതയായിട്ട് മേക്കിട്ട് കയറാൻ വന്നാൽ കളിക്കുന്നവന്റെ ട്രൗസർ അഴിച്ചിട്ട് ഞങ്ങളുടെ വർത്താനം ഏർപ്പാട് നിർത്തുള്ളൂ. ലീഗ് നേതാക്കളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് കോൺഗ്രസും എതിർപ്പ് പരസ്യമാക്കി. അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുടപിടിക്കുമെന്ന് പറയുന്നതിന് തുല്യനാണ് നമ്മുടെ പിണറായി വിജയൻ. പാണക്കാട് തങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിൽ ഒരു പ്രതിച്ഛായയുണ്ട്. പാണക്കാട് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ അധിക്ഷേപകരമായ പരാമർശം അദ്ദേഹം ഡൽഹിയിൽ വെച്ച് ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂവിന്റെ തുടർച്ചയാണ്. ഇത്തരത്തിലൊരു പരാമർശം ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ലെന്നായിരുന്നു സന്ദീപ് വാര്യരുടെ പ്രതികരണം. എന്നെ എന്ത് വേണമെങ്കിലും പറയാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന പാണക്കാട്ടെ തങ്ങളെക്കുറിച്ച് എന്തിനാണ് ഇങ്ങനെ ആക്ഷേപകരമായിട്ട് സംസാരിക്കുന്നത്? വളരെ മോശമല്ലേ? മുഖ്യമന്ത്രിക്ക് ചേർന്നാണോ അത് ആ കുടുംബത്തെ ആക്ഷേപിക്കുന്നതിന് ഒരിക്കലും മലയാളികൾ അംഗീകരിക്കില്ല. എന്നാൽ മുഖ്യമന്ത്രിക്ക് ഒപ്പമാണ് വിഷയത്തിലെ BJP നിലപാട്. കോൺഗ്രസിൽ ചേരുന്ന പ്രാദേശിക നേതാവ് പോലും പാണക്കാട് തങ്ങളെ കാണണമെന്നാണ് നിലവിലെ സാഹചര്യമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ കുറ്റപ്പെടുത്തൽ. കോൺഗ്രസിൽ ചേരുന്ന ഏതൊരു പ്രാദേശിക നേതാവും എന്തുകൊണ്ടാണ് പാണക്കാട് തങ്ങളെ പോയി കണ്ട് അനുഗ്രഹം തേടിയാലേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ള സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നത്? പോപ്പുലർ ഫ്രണ്ടും പാണക്കാട് തങ്ങളും മാത്രം മതി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്നാണോ കോൺഗ്രസ് വിചാരിക്കുന്നത്? സാദിഖ് അലി തങ്ങളെ രാഷ്ട്രീയമായി വിമർശിക്കാൻ പാടില്ലേ എന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ ചോദ്യം. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും തടങ്കൽ പാളയത്തിലാണ് യഥാർത്ഥത്തിൽ ലീഗ് ഉള്ളത് എന്ന് പറയുന്നത് വെറുതെ പറയുന്നതല്ല. അതിനെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത വിമർശനമാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ആ വിമർശനം ശരിയായ രീതിയിലുള്ള വിമർശനം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.